ഹൈ കൂട്ടുകാരെ, കണ്ടില്ലേ? ഇത് ഞാൻ വിളവെടുത്ത തക്കാളിയാണ്. നമുക്ക് വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ്. നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യാനുള്ള ഒരു ഊർജം കൂടിയാണ്. കണ്ടോ, എനിക്ക് എങ്ങനെയാണ് തക്കാളി തൈ കിട്ടുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു നഴ്സറിയിലും പോക്കില്ല, പൈസ കൊടുത്ത് തക്കാളി തൈ വാങ്ങാറുമില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടോ, ഇത് കണ്ടോ മുളച്ചുണ്ടായത് കണ്ടില്ലേ? ഇത് രാവിലെ എടുക്കുന്ന വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ചീര നട്ട ഈ ഗ്രോ ബാഗിൽ ഞാൻ ചീര നട്ടു. കണ്ടോ ചുവപ്പ് കളറിൽ ചീര വന്നത്. അത് ഏതായാലും ഇത്രയും സ്ഥലം വേസ്റ്റ് അല്ലേ. അപ്പം ഞാനത് ആളായി വരുമ്പോഴത്തേക്ക് ഞാൻ തക്കാളി ഇങ്ങനെ പൊട്ടിച്ച് ഒരു തക്കാളി പൊട്ടിച്ചങ്ങ് ഇടും. തക്കാളി ഏത് തക്കാളി പൊട്ടിക്കാൻ തോന്നുന്നില്ല, നല്ല തക്കാളിയാണ്. അപ്പം ഞാനിങ്ങനെ പൊട്ടിച്ചിടും. ഞാൻ എൻ്റെ തുടക്കം മുതൽ ഞാൻ കാണിച്ചു തരും. എനിക്കൊരു 5 പൈസ മുടക്കില്ല. ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിന് മെല്ലെ പൊങ്ങി വരും, മുളച്ച് വരും. അതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 2 ഇല പരുവത്തിലാവും, 3 ഇലാവും, അങ്ങനെ വലുതാവും. കണ്ടോ തക്കാളി തൈ മുളച്ചുണ്ടായത്. ഇത് ഞാൻ ഇനി നടാൻ വേണ്ടി ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതാ പ്ലാവിൻ്റെ ഇല. പ്ലാവിൻ്റെ ഇല ഇങ്ങനെ കുമ്പിൾ കുത്തുക. പ്ലാവിൻ്റെ ഇല ഇല്ലാത്തൊരു പരിപാടി എനിക്കില്ല കേട്ടോ. അതൊക്കെ എൻ്റെ റോഡ് സൈഡിൽ നിന്ന് എടുക്കുന്നതാണ്. എനിക്ക് പ്ലാവ് പറമ്പില്ല, അവിടെയൊന്നുമില്ല. ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് ഞാൻ കുറച്ച് റിസ്ക് വേണം, പൈസ അല്ലാണ്ട് നമുക്ക് കിട്ടിയല്ല നല്ല കരുത്തുള്ള തൈ. കുമ്പിൾ കുത്തിയേ കണ്ടോ. എന്നിട്ട് ഞാൻ മണ്ണ് കൊണ്ടുവന്നു. ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഇത്തിരി മണ്ണെടുത്ത്. ഇതിൽ നിന്ന് ഞാൻ ഈ 2 ഇല പരുവായ ഇതിൽ നിന്ന് മെല്ലെ എടുക്കും, എന്നിട്ട് ഇതിലേക്ക് വെക്കും. അന്ന് വലിയ പണിയൊന്നുമില്ല. എന്താ ഇങ്ങനെ വെച്ച് നല്ല കരുത്തുള്ള തൈയായി മാറും. ഇത് എന്നോട് ഒരാൾ ചോദിച്ചു, ഇത് വലുതാകുന്നവരെ നിങ്ങൾ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണോ എന്നുള്ളത്. എനിക്ക് ഭയങ്കര വിറ്റായി തോന്നിയിട്ടോ. അടിക്കൂർപ്പല്ലേ, എവിടെയും നിൽക്കൂരല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരാഴ്ച പിടിച്ച് നിൽക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ കുത്തി അവിടെ വെക്കും. എന്താ അവിടെ നിന്നോളൂ, കുത്തി അവിടെ നിന്നോളൂ. നമ്മൾ ഇതിന് നനക്കുന്നത് ഈ ചെടിക്കും കിട്ടിക്കോളൂ. 2 ഉപകാരമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു തന്ന എൻ്റെ പ്രിയ കൂട്ടുകാരിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് നിങ്ങളൊരാഴ്ച പിടിച്ച് നിൽക്കുക എന്നുള്ളത്. അങ്ങനെ അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചതാണ്. അതുകൊണ്ട് വീഡിയോ ഫുള്ള് കാണിയിട്ടാണ് ആ സംശയം വന്നത്. എന്താ ഇങ്ങനെ ചെയ്തിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം, ക്ലിയറായിട്ട് കാണിച്ചു തരാം. ഞാൻ തൈ ഉണ്ടാക്കുന്ന മാർഗ്ഗമാണ് പറയുന്നത്. തക്കാളി കെട്ട തക്കാളി ആയാലും മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. തക്കാളി ചീഞ്ഞു പോകുമല്ലോ, അത് അങ്ങനത്തെ രോഗം വന്നിട്ടൊന്നുമല്ല. അപ്പം അത് മതി. മെല്ലെ ഇങ്ങോട്ട് എടുക്കുക. ഈ പ്രായത്തിലെടുത്താൽ വേരിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കുറച്ച് വലുതായാൽ വേരിനൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മൾ വെയിലത്ത് വെക്കൂല കേട്ടോ. അങ്ങനെ ഒന്നുണ്ട്. എന്താ ഞാൻ നിങ്ങൾ ക്ലിയർ കാണിച്ചു തന്ന, ചിലപ്പം വീഡിയോ നീണ്ടു പോകും, എനിക്ക് അതാ പേടി. ഇനിയുള്ളതൊന്നും കാണിക്കുന്നില്ല. ഇനി കുറേ നടുന്നുണ്ട്, അത് കാണിക്കുന്നില്ല, കാരണം വീഡിയോ നീണ്ടു പോകും. അപ്പോൾ ആ കൂട്ടുകാരിക്ക് ഞാൻ ഒന്നും കൂടി കാണിച്ചു കൊടുക്കുക. ഇവിടെ ഇങ്ങോട്ട് തുളച്ച് കുറച്ച് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ വെച്ചാൽ മതി. എന്നാൽ ഇതിന് നനക്കുന്ന ഇതും കിട്ടിക്കോളൂ കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കാണിച്ചു തരാം. ഇതാ അങ്ങനെ ഉണ്ടാക്കിയതാ. വേര് കണ്ടോ, വേര് കാണണമെങ്കിൽ കറുപ്പിൻ്റെ ഇവിടെ കണ്ടോ വേര്, അല്ലാതെ എനിക്ക് കാണൂരാൻ തോന്നുന്നു. വേര് വന്ന് നല്ല തയ്യായ കണ്ടോ. ഒന്നും കൂടി കാണിച്ചു തരാം. ഞാനിവിടെ കുത്തി വെച്ചതാ. ഇതാ നല്ല വലിപ്പമായില്ലേ. ഇങ്ങനെ അങ്ങ് നട്ട് കൊടുത്താൽ സൂപ്പറായിട്ടുണ്ടാവും. കണ്ടോ വേരുകൾ കാണുന്നുണ്ടോ? വേര് ഇങ്ങനെ വെച്ചാൽ കാണൂല, അതാണുള്ള പ്രശ്നം. അടിയിൽ കണ്ടോ വേര് പോയത്, നല്ല തയ്യായി കിട്ടിയേ കണ്ടോ. ഞാൻ ഇതെല്ലാം ഇങ്ങനെ പ്ലാവിൻ്റെ ഇലയിൽ കുത്തിയാട് വെക്കൂ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് നട്ടാൽ മതി. ഇത് വലിച്ചൂരിയിട്ട് വേര് പൊട്ടിക്കണ്ട. തുടക്കക്കാർക്കൊക്കെ നല്ലതാണ്. ഇങ്ങനെ
ആക്കിയിട്ട് അങ്ങ് നട്ട് കൊടുത്താൽ സൂപ്പറായിട്ടുണ്ടാവും. കണ്ടോ എൻ്റെ തക്കാളി വിളവെടുത്ത് എന്തോ ഒരു ഇനിയും വിളവെടുക്കാനുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ തക്കാളി തൈക്ക് ഒരു 5 പൈസ മുടക്കണ്ട, നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് നടാൻ പോവാം കേട്ടോ. ഞാൻ നടുന്നത് കാണിച്ചു തരാം. തക്കാളി നിറച്ചു ഞാൻ ഇവിടെ പിടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല പ്ലാവിൻ്റെ ഇലയിൽ. കൂടുതൽ നിങ്ങളെ കാണിക്കുന്നില്ല, സമയം പോകുമെന്ന് പറഞ്ഞതാ. എല്ലാം പിടിപ്പിച്ച് കണ്ടോ ചുറ്റും പ്ലാവിൻ്റെ ഇലയിൽ. ഇനി ഇവിടുന്ന് അങ്ങ് ഉണ്ടാവും. ഇത് നനച്ചാൽ ഈ ചെടിക്കും കിട്ടും. ഞാനിനി നടാൻ പോകും കേട്ടോ. നടാൻ പോകുന്നത് ഇങ്ങനെയുള്ള സിമൻറ്റ് ചാക്കിലാണ്. സിമൻറ്റ് ചാക്ക് ഞാൻ അടിഭാഗം കെട്ടിയിട്ട് ഇങ്ങനെ മറച്ചിട്ടതാണ്. ഇതിപ്പോൾ എൻ്റെ പഴയതാണ്. ഇതിൽ ഞാനൊരു കോളിഫ്ലവറൊക്കെ നട്ടിരുന്നു, അതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു സിമൻറ്റ് ചാക്ക് നമുക്ക് 2 പ്രാവശ്യമൊക്കെ നടാനുണ്ടാവും. അങ്ങനൊന്നും കേട് വരില്ല. പിന്നെ തക്കാളി, കാബേജ്, കോളിഫ്ലവർ, അതിനൊക്കെ പച്ചമുളക് എല്ലാത്തിനും ഇങ്ങനെയുള്ള ഇത്രയും വിസ്താരമുള്ള നല്ല സിമൻറ്റ് ചാക്ക് നല്ലതാണ്. ഇത് എനിക്ക് ഒന്നും കൂടി ഉപയോഗിക്കാം. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇഷ്ടംപോലെ സിമൻറ്റ് ചാക്ക് ഉണ്ടെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ ഉപയോഗിക്കും. അപ്പോൾ ഞാൻ കെട്ടിയിട്ട് ഇങ്ങനെ റൗണ്ടിലാക്കിയില്ലേ ഇങ്ങനെ ചെരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ റൗണ്ടിലാക്കുന്നത്. അങ്ങനെ ഫസ്റ്റിൽ ഞാൻ ഇടുന്നത് ചകിരിയാണ്. അടിയിൽ ചകിരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പോട്ടി മിക്സ് ഒന്നും പെട്ടെന്നൊന്നും അങ്ങ് ഒലിച്ച് പോകില്ല. കുറച്ചൊക്കെ തടഞ്ഞ് നിർത്തും, വെള്ളത്തെയും പിടിച്ച് നിൽക്കും. ഇപ്പം വേനലാണല്ലോ, നമുക്ക് തന്നെ ദാഹം, ചെടികൾക്കും അതുപോലെ ദാഹം ഉണ്ടാകും. അപ്പം കുറച്ച് വേഗം ഉണങ്ങിപ്പോകും. ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോൾ ചുറ്റും വെയിൽ തട്ടിയിട്ട് അങ്ങ് ഉണങ്ങിപ്പോകും. അപ്പോൾ അതിനൊക്കെ ബെസ്റ്റ് നല്ലതാണ് ഇങ്ങനെയുള്ള ചകിരി ഇടുന്നത്. പിന്നെ മണ്ണ് ഒലിച്ച് പോകില്ല, അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. അതിന് ശേഷം ഞാൻ ഇടുന്നത് കുറേ കരിയിലയാണ്. കരിയില തോട്ടത്തിൽ നിന്ന് ഞാൻ ചാക്കിലേക്ക് ആക്കുമ്പോൾ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിരുന്നു. ഇപ്പം ഇട്ടിട്ടില്ല. ഗ്ലൗസ് ഇടുന്നത് നല്ലതാണ്. പക്ഷെ എനിക്ക് പച്ച കൈ കൊണ്ട് പണിയെടുക്കുന്ന ഇഷ്ടം. എന്തോ ഒരു കഷ്ടം അതെന്നറിയോ, പച്ച കൈ എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. പിന്നെ നമ്മൾ കണ്ടോ കുത്തി, ഇതെന്താ അറിയോ, ഇത് ബോഗൺവില്ലേൻ്റെ കമ്പ. ഇതിൽ ഉണങ്ങും തോറും ഇതിൻ്റെ ഈ മുള്ളില്ലേ അതിന് ശക്തി കൂടുക. അപ്പോൾ നമുക്ക് ആ കുത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 2-3 മാസം വരെ മുടങ്ങിപ്പോകും ഇതിന് പഴുപ്പൊക്കെ വന്നാൽ. അപ്പം ഗ്രോ ബാഗ് ഗ്ലൗസ് ഇടുന്നത് നല്ലതാണ്. എനിക്ക് ഈ പണിക്ക് സുഖം കിട്ടിയിട്ടാണ് ഞാൻ ഇടാണ്ട് നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റേത് കണ്ട് അതുപോലെ കൃഷി ചെയ്യുന്നവരുണ്ട് എന്നുള്ള എത്രയോ ആളിനോട് കമൻറ്റ് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അവരോട് പറയുകയാണെങ്കിൽ ലാസ്റ്റ് വരെ ഗ്ലൗസ് ഇടണേ. നമ്മളിങ്ങനെ കരിയിലിടുന്നത് കൊണ്ട് മണ്ണിൻ്റെ അളവ് നന്നായിട്ട് കുറക്കാം. മണ്ണ് ഇപ്പം അങ്ങനെ കിട്ടാനില്ല. ഇവിടെ ഒക്കെ അങ്ങ് തോട്ടത്തു നിന്ന് മണ്ണ് വാരിക്കൊണ്ടുവന്നതാണ്. പിന്നെ അതിൻ്റെ വെയിറ്റ് കുറയും, ഈ ഗ്രോ ബാഗിൻ്റെ വെയിറ്റ് കുറയും. ഗ്രോ ബാഗ് നമുക്ക് നല്ല സുഖമായിട്ട് എടുത്ത് കൊണ്ടുവെക്കാം. അതിൻ്റെ ഒക്കെ പുറമെ ഇത് വേഗം വളമായി കഴിഞ്ഞാൽ, മണ്ണായി കഴിഞ്ഞാൽ വെയിറ്റ് കുറയും. മണ്ണ് പാറ പോലെ ഉറക്കൂല. മണ്ണ് പാറ പോലെ ഉറച്ചില്ലെങ്കിൽ സോഫ്റ്റ് മണ്ണാകുമ്പോൾ വേരുകൾക്ക് നെട്ടോട്ട് ഓടി ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കുക. ജലവും ലവണങ്ങളും ചെടികൾക്ക് വലിച്ചെടുത്ത് കൊടുത്താൽ ത്വരിതഗതി റോക്കറ്റ് സ്പീഡിൽ വളരും. വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യത്തോടു കൂടെ വളർന്നു കഴിഞ്ഞാൽ അതിനെ പറയണ്ടല്ലോ. ഇഷ്ടം പോലെ തളിര് വരും, ഇഷ്ടം പോലെ പിന്നെ മുട്ട് വരും, പൂ വരും, കായ വരും. അപ്പോൾ ഞാനിനി കുറച്ച് മണ്ണിടാം. മണ്ണൊക്കെ ഒരു പേരിനെ ഇടുന്നുള്ളൂ. നമുക്ക് മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്, നല്ലതുമുണ്ട് ചീത്തയുണ്ട്. അപ്പോൾ ഈ നല്ല ജീവികൾ നമ്മളിടുന്ന പോട്ടി മിക്സിനെ പെട്ടെന്ന് വളമാക്കി മാറ്റും. നമ്മൾ കുറേ കഴിഞ്ഞ് നോക്കിയാലുണ്ടല്ലോ, നമ്മളിട്ട പോട്ടി മിക്സ് ഒന്നും നമ്മൾ കാണൂല. കറുപ്പ് കളറുള്ള ഒരു മണ്ണാണ്, സോഫ്റ്റ് മണ്ണായി മാറിയിട്ടുണ്ടാവും. പിന്നെ ഈ കരിയില കുറേ നേരം വെള്ളത്തെ കുറച്ച് പിടിച്ച് നിർത്തും, തണുപ്പ് കിട്ടും. ഒരു AC മോഡലാവും ചെടികൾക്ക്. അങ്ങനെ AC നമ്മൾ കിടക്കുമ്പോൾ നമ്മളെ സുഖം പറയണ്ടല്ലോ, അതുപോലെ തന്നെ ചെടികൾക്കും ഈ കരിയിലനോട് അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. പിന്നെ ഗ്രോ ബാഗിൻ്റെ വെയിറ്റ് കുറക്കും. ഞാൻ ദിവസവും അടിച്ചു വാരിയാൽ ഞാനിങ്ങനെ ചാക്കിലാക്കി വെക്കലാണ്. ചാക്കിലും ആക്കി വെക്കും. തോട്ടത്തിൽ നിന്ന് അടിച്ചു വാരുന്നത് ശ്രദ്ധിക്കാത്തത് കൊണ്ടേ
എൻ്റെ ബോഗൺവില്ല വെട്ടിയിട്ട് ഞാൻ അവിടെയും ഇവിടെ ഇടും. ഞാൻ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ പൊട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുള്ള് അതിൻ്റെ ഭയങ്കര മുള്ളതിന്. ബോഗൺവില്ല നടുന്നോൽക്ക് തിരിയും. അത് വെട്ടി പ്രൂണിങ് നടത്തണമല്ലേ നമുക്ക്. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അത് ഇടാൻ പറ്റൂല, കത്തിക്കണം, അല്ലാതെ നടക്കൂല സംഭവം. ഇട്ട് കഴിഞ്ഞു. വെയിറ്റില്ല, കണ്ടുണ്ടെങ്കിൽ നല്ല ഉഷാറല്ലേ. ഇനി ഞാൻ ഇതിൽ കുറച്ചും കൂടെ മണ്ണിടട്ടെ. പെട്ടെന്ന് വളമായി കിട്ടാനാ പോട്ടി മിക്സ്. നമുക്ക് തക്കാളി ഉഷാറുണ്ടാവുമല്ലോ വേണ്ടത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഇടുന്നത് എൻ്റെ പവർഫുൾ കരിയില കമ്പോസ്റ്റാണ്. കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് റോക്കറ്റ് സ്പീഡിൽ വളരാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതൊരു പവർഫുൾ ജൈവവള. ചാണകം വരെ തോറ്റു. ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്കിത് ചാണകമെന്നേ തോന്നൂ. ചാണകം ഇല്ലാത്തവർക്കും ചാണകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പൈസ കൊടുത്ത് വാങ്ങണ്ടേ. ഇപ്പം ചാണകത്തിന് പൈസ ആവുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ചാണകം കിട്ടണമെങ്കിൽ അത്രക്കും പണിയാണ്. പശുവിനെ പോറ്റുകയാണെങ്കിൽ അതിൻ്റെ പുറകെ ഭയങ്കര അധ്വാനമാണ്. അപ്പോൾ പിന്നെ ചാണകത്തിന് പൈസയൊക്കെ നല്ല വേണ്ടി വരും. ഞാനിവിടെ നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഈ പശുവിനൊക്കെ വളർത്തുന്നവരുണ്ടല്ലോ, പുലർച്ചെ പോയി പുല്ലരിയല. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഈ കരിയില കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ക്ലിയറായിട്ട് എൻ്റെ ചാനലുണ്ട് കേട്ടോ. കരിയില കമ്പോസ്റ്റ് ഇട്ടു. എല്ലാ ഭാഗത്തൊന്നും ലെവൽ ചെയ്യണം. ഈ കൊമ്പൊക്കെ ഒന്ന് തട്ടിപ്പോയാൽ എല്ലാ പോട്ടി മിക്സൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവൽ ചെയ്താൽ എല്ലായിടത്തും എത്തും. ഇതെല്ലായിടത്തും വേറെ എത്തുമല്ലോ. ഇനിയും കുറച്ച് മണ്ണിടട്ടെ അതിൻ്റെ മേലെ. മണ്ണിടട്ടെ. ഒക്കെ ഒന്ന് ലെവൽ ചെയ്താൽ ഗ്രോ ബാഗും ലെവലിൽ നിൽക്കും. ചെടികൾക്ക് എല്ലാ ഭാഗത്തേക്കും പോട്ടി മിക്സ് എത്തും. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇടുന്നത് കോഴിവള നല്ല ചൂടാണ്. എൻ്റെ അടുത്തൊരു ചാക്ക് എനിക്ക് ഒരാൾ ഫ്രീ തന്നതാ. എനിക്ക് ഒരു കുടുംബക്കാരൻ തന്നതാ. എൻ്റെ അടുത്തൊരു ചാക്ക് ഉണ്ടെന്ന് വിചാരിച്ച് വാരിക്കോരി കണ്ടൂര കേട്ടോ. ഭയങ്കര ചൂടാണ്. കുറച്ചിട്ടാൽ മതി. അത് ഇട്ടു. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് കരിയിലിടട്ടെ. എനിക്ക് കമൻറ്റ് വരും, മുറ്റടിച്ച് വരുമ്പോൾ കരിയില കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം കരിയിലനോട് കൃഷി എടുക്കാമല്ലോ. പിന്നെ നമ്മൾ ചാക്കിൽ ഇങ്ങനെ കൊണ്ടുപോയി നിറച്ചായി തോട്ടത്തിൽ ഇപ്പം കാറ്റടിച്ചിട്ട് എൻ്റെ മുറ്റം മുഴുവനും അടിച്ച് വാരിയാൽ എനിക്ക് കിട്ടുന്ന പൂക്കളെ കരിഞ്ഞ ഉണങ്ങിയ പൂക്കളാണ് കിട്ടുന്നത്. എനിക്ക് തോട്ടത്തിലേക്ക് തന്നെ പോകണം കരിയില. റോഡ് സൈഡും നമുക്ക് റോഡ് സൈഡ് കരിയില അടിച്ച് വാരി എടുത്താൽ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന് നമുക്ക് പഠിച്ചവൻ്റെ ഭാഗത്ത് തന്നെ കൂലിയുണ്ട്. കാരണം റോഡ് സൈഡ് വൃത്തിയാക്കുക. പാവം മക്കൾ രാവിലെ സ്കൂളിലും മദ്രസിന് പോകുന്ന മക്കൾക്ക് ഈ ഇലൻ്റെ ഇടയിൽ അതോ ചുരുട്ടി അടുക്കുന്നത് കാണാതായിപ്പോണ്ടല്ലോ. പിന്നെ റോഡൊരു വൃത്തിയല്ലേ. നമ്മൾ ചെയ്യുന്ന പണി കൊണ്ട് നല്ലൊരു വൃത്തി കാണുമ്പോൾ വൃത്തി നമുക്ക് പറഞ്ഞല്ലേ. ഇതാ ഇത്ര കിട്ടി. ഇനിയാണ് ഞാൻ നടാൻ പോകുന്നത്. നടുമ്പോൾ ഞാൻ മണ്ണിടും കേട്ടോ. നടുമ്പോൾ മണ്ണിടും. മണ്ണൊക്കെ കൊണ്ടുവന്നതാ. ഒക്കെ ബക്കറ്റിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന. തക്കാളിയൊക്കെ നടുന്നത് നല്ല മുറ്റത്തുനിന്നാണ്. എൻ്റെ മുറ്റത്ത് പണി ഇനിയും നടക്കാനുണ്ട്. ഞാൻ വെയിലാകുന്നതിൻ്റെ മുമ്പേ ഈ ചെടി അങ്ങ് നട്ടാട്ടെ എന്ന് വിചാരിച്ചതാ. ഇതാ കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഗ്രോ ബാഗ് തീരെ വെയിറ്റില്ല. ഇനിയാണ് നമ്മൾ നടാൻ പോകുന്നത്. ഞാൻ നടാൻ പോകുന്നത് ഇതിവിടെ എടുത്ത് വെച്ചേന്. ഇതാ വേര് മുളച്ചത്. ഇതിനി വെയിലത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇത് വേരൊക്കെ മുളച്ച് മണ്ണുമായിട്ടൊന്ന് ലയിച്ച് ചേർന്നതാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല, ഇന്നൊന്നും ഞാൻ വെയിലത്ത് വെക്കൂല. എനിക്ക് അങ്ങനെ ഒരു പേടിയാണ്. നമ്മൾ ഇത്രയും അധ്വാനിച്ചിട്ട്. അങ്ങനെ ഞാൻ വിജയകരമായിട്ട് രാവിലെ തന്നെ തക്കാളി തൈ നടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ഉഷാറുണ്ടാവട്ടെ. എനിക്ക് മാത്രമല്ല, എൻ്റെ കൃഷിരീതികൾ കണ്ട് കൃഷിയെടുത്ത എല്ലാവർക്കും അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ വേര് കാണണമെങ്കിൽ ഇങ്ങനെ കാണിക്കണം.
കറുപ്പിലെ ഈ വേര് കാണൂ. അല്ലാതെ ഞാൻ പിന്നെ വീഡിയോ നോക്കുമ്പോൾ വേര് വരുന്നത് കാണുന്നില്ല, ഇങ്ങനെ ഈ വെളിച്ചത്തെ. അതുകൊണ്ട് കറുപ്പ് ബാക്ക് ഉണ്ടാവും, വെളിച്ചം ഉണ്ടാവും, അല്ല വേര് കാണും. ഇതാ അടിപൊളിയായിട്ട് നട്ടു. ഒന്നുകൂടി ഉണ്ട്. കുത്തനെ നിൽക്കുന്നേ, കുത്തനെ നിൽക്കാത്തത് കൊണ്ട് ചെടീൻ്റെ സൈഡ് വെച്ചുകൊണ്ടുള്ള പ്രയാസം. എടുക്കുമ്പോൾ ഒക്കെ നമ്മളൊന്ന് സോഫ്റ്റ് ഒരു മയത്തിൽ എടുക്കണം കേട്ടോ. ധൈര്യത്തിൽ അങ്ങ് വലിച്ചൂരരുത്. ഇതാ അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഈ നമ്മൾ കൃഷി എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു ഇബാദത്താണ്. പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടുന്ന സംഭവങ്ങളാണ്. നമ്മൾ കൃഷിയെടുത്ത് ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെയൊക്കെ ഒരു ഗുണം. എല്ലാവർക്കും കൃഷി ചെയ്യാൻ അറിഞ്ഞോളണമെന്നില്ല, എല്ലാവർക്കും സ്ഥലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, വിത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഇനി ഒക്കെ എല്ലാം ഉണ്ട്, എന്നാൽ ആരോഗ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പഠിച്ചോന് ഇങ്ങനെയുള്ള കഴിവ് തന്ന് നമുക്ക് നട്ട്, ഞാനിത് കുറേ പേർക്ക് അങ്ങ് സതക്ക് കൊടുക്കും. ഞാൻ ഇന്ന് നിങ്ങളും കൂടെ കാണിച്ചിട്ട് വേണം കൊടുക്കാൻ. സതക്ക് കൊടുക്കുന്നതല്ല, വിളവെടുത്തത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ നടാനെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇനി എൻ്റെ വിളവെടുക്കുന്നതൊക്കെ കാണിക്കൂട്ടോ. ഇല്ല, ഈ വീഡിയോയുടെ ലാസ്റ്റിലെല്ലാം ഞാൻ കാണിക്കും. ഞാൻ കരിയില കമ്പോസ്റ്റ് ഇട്ടാൽ തന്നെ ആ കല്ല് ഒരു കളറാണ്, ഒരു കറുപ്പ് കളറ് വരിക എന്ന് പറഞ്ഞാൽ അതിനറിയാലോ കല്ല് വളാണത് എന്നുള്ളത്. ഇനി പച്ചില വളമൊക്കെ ഇടുന്നത് നല്ല കേട്ടോ. അതിൻ്റെ മേലെ ഞാൻ പൊതടുക എന്നാണ് പറയുന്നത്. പൊതട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താ പറഞ്ഞാൽ നനക്കുന്നത് അവിടെ കുറച്ച് നേരം നിന്നോളൂ, അങ്ങ് സ്ലോ പറഞ്ഞിട്ട് ഒലിച്ചങ്ങ് പോരും, അവിടെ നിൽക്കും. അങ്ങനെ വിജയകരമായിട്ട് 3 തക്കാളി തൈ ഞാൻ നട്ടു. തൈ ഉണ്ടാക്കുന്നത് കാണിച്ചു. തൈ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഇതിപ്പോൾ നഴ്സറിയിൽ ഇത്ര വലിപ്പമുള്ളതൊന്നും നമുക്ക് കിട്ടൂലല്ലോ, അതിന് പൈസയും കൊടുക്കണ്ടേ. ഇത് ആരോഗ്യമുള്ള തൈയാണ് കിട്ടുന്നത്. ഇപ്പം കരിയില കമ്പോസ്റ്റ് ഇട്ടത് കൊണ്ട് ഇനി ഇതിൽ നിന്ന് തക്കാളി ചിലപ്പോൾ മുളച്ചിന്ന് വരും. അപ്പം ഞാൻ അത് ഊരിയിട്ട് പ്ലാവിൻ്റെ ഇലയിൽ വെച്ച് തണലത്ത് വെച്ചിട്ട് പിടിപ്പിക്കും. അപ്പോൾ എൻ്റെ തക്കാളി നടയിൽ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.